അല്ലാഹു പരിചയപ്പെടുത്തുന്ന നഷ്ടവാളികളിൽ ഒന്നാമത്തെ വിഭാഗമാരെന്നറിയോ? അല്ലാഹു പറയുകയാണ്, വമയ്യത്തഖിദ് ശൈത്താന വലിയ്യൻ മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിനെ മാറ്റി നിർത്തിയിട്ട് പടച്ച തമ്പുരാനെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തിയിട്ട് സൃഷ്ടാവായ സംരക്ഷകനായ സംഹാരകനായ സർവഗുണ സമ്പൂർണനായ സർവജ്ഞനായ സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ സർവാധിനാഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ആരാണ് സംരക്ഷകനായി പിശാചിനെ ഉൾക്കൊള്ളുന്നത്? ആരാണ് സംരക്ഷകനായി പിശാചിനെ ഏറ്റെടുക്കുന്നത്? അഥവാ പൈശാചിക ദുർബോധനത്തിന്റെ പിന്നാലെ പരക്കം പായുന്നത് ആരാണോ അവനെ സംബന്ധിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുകയാ, ഫഖദ് ഖസറ ഖുസ്റാനം മുബീനാ. അവന് ശക്തമായ പരാജിതരുടെ കൂട്ടത്തില്, അവന് സ്പഷ്ടമായ നഷ്ടം ബാധിച്ചു പോയ ഏറ്റവും വലിയ പരാജയത്തിന്റെ അധമഭാവത്തിലേക്ക് ആപതിച്ചു പോയവരിൽ അവൻ ഉൾപ്പെട്ടു പോയെന്ന് അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തുമ്പോ, സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ശൈത്താന്റെ പാത പിന്തുടരുതെന്ന് പറയുന്നതെന്നറിയോ? എന്തുകൊണ്ടാണ് ശൈത്താന്റെ പിന്നാലെ നമ്മൾ പോകരുത് എന്ന് പറയുന്നതെന്നറിയോ? അല്ലാഹു നമ്മളെ കൊണ്ടുപോകുന്നത് എവിടേക്കാണ്? നമ്മളെ സൃഷ്ടിച്ച, പരിപാലിക്കുന്ന, സംരക്ഷിക്കുന്ന, സംഹരിക്കുന്ന സർവാധിനാഥനായ അല്ലാഹ്, കല്ലിടുക്കിലെ പുൽക്കൊടിക്ക് പോലും കൊടുനീര് കൊടുക്കുന്ന അല്ലാഹ്, ഒളിക്കണ്ണുകൊണ്ടുള്ള നോട്ടമറിയുന്ന അല്ലാഹ്, വാരിയല്ലുകൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിലുള്ള ചലനങ്ങൾ അറിയുന്ന അല്ലാഹ്, ആ പടച്ച തമ്പുരാൻ നമ്മളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്നറിയോ? അല്ലാഹു കൊണ്ടുപോകുന്നത് തമസ്സിൽ നിന്ന് പ്രോജ്വലതയിലേക്ക്, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ്, അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്കാണ്, അനീതിയിൽ നിന്ന് നീതിയിലേക്കാണ്, സത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്. പക്ഷേ ശൈത്താൻ നമ്മളെ കൊണ്ടുപോകുന്നത് എവിടേക്കെന്നറിയോ? അല്ലാഹു പറയുകയാണ്, ഇന്ന ശൈത്താന ലക്കും അദൂൻ. സൂറത്തുൽ ഫാത്തിർ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം, അല്ലാഹു പറയുന്നു, ഇന്ന ശൈത്താന ലക്കും അദൂൻ. നിങ്ങൾക്ക് ശൈത്താൻ ശത്രുവാണ്, നിങ്ങളുടെ ഏറ്റവും വലിയ ബദ്ധവൈരി ശൈത്താനാണ്. അതുകൊണ്ട് ഫത്തഖിദൂഹു അദുവാ, അവനെ ശൈത്താനെ ശത്രുവായി തന്നെ കരുതണേ. ശൈത്താനെ മിത്രമാക്കി മാറ്റല്ലേ, അവനെ സംരക്ഷകനാക്കല്ലേ, അവനെ മാർഗദർശിയാക്കല്ലേ, അവനെ പിൻപറ്റപ്പെടുന്നവനാക്കല്ലേ, അവനെ ഇമാമാക്കല്ലേ, അവനെ നേതാവാക്കല്ലേ, അവനെ യോഗ്യതയുള്ളവനാക്കല്ലേ, അവനെ മാതൃകയാക്കല്ലേ. അല്ലാഹു പറയുകയാണ്, ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനൂ മിൻ അസ്ഹാബിസ് സഈർ. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുകയാ, ഈ ശൈത്താൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് എവിടേക്കെന്നറിയോ? പൈശാചിക ദുർബോധനങ്ങൾ എവിടെയാണ് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതെന്നറിയോ? മതമിളകി വരുന്ന, മതോന്മത്തനായി വരുന്ന കാളകളെ പോലെ ജീവിക്കുമ്പോ അവന് നേരെ പോകുന്നത് എവിടെയാണ്? ബെല്ലും ബ്രേക്കുമില്ലാതെ വരുന്ന ഒരു വാഹനം പോലെ ഈ പിശാച് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എവിടെയെന്നറിയോ? ആ വണ്ടി എവിടെയെങ്കിലും ഇടിച്ചു നിൽക്കണ്ടേ, ആ വണ്ടി എവിടെയെങ്കിലും ഒന്ന് തട്ടി നിൽക്കണ്ടേ, ആ വണ്ടി നേരെ പോകുന്നത് എവിടേക്കാ? പിശാച് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുന്നത് എവിടേക്കാ? അല്ലാഹു പറയുകയാണ്, ലിയകൂനൂ മിൻ അസ്ഹാബിസ് സഈർ എന്ന് പറയുന്ന കത്തിയാളുന്ന അല്ലാഹുവിന്റെ ഭീകരമായ, ബീഭത്സമായ, കഠിനമായ, കഠോരമായ ആ നരകത്തിന്റെ ഉള്ളിലേക്കാ നിങ്ങളെ കൊണ്ടുപോവുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശൈത്താന്റെ പാത പിൻപറ്റരുത്. നിങ്ങൾക്കൊരു നേതാവുണ്ട്, നിങ്ങൾക്കൊരു മാതൃകാ പുരുഷനുണ്ട്, നിങ്ങൾക്കൊരു നേതൃത്വമുണ്ട്, നിങ്ങൾക്കൊരു ഇമാമുണ്ട്, നിങ്ങൾക്കൊരു മാർഗദർശനം നൽകുന്നവനുണ്ട്, നിങ്ങൾക്കൊരു ദിശാബോധം നൽകുന്നവനുണ്ട്. അത് ആരെന്നറിയോ? അത് ശൈത്താനല്ല, അതൊരിക്കലും പൈശാചിക ദുർബോധനങ്ങളല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ അകറ്റി നിർത്തുന്നതാരെയാ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ആ ജീവിതത്തിൽ നിന്ന് മാറ്റിയത് നിന്റെ വ്യക്തി ജീവിതത്തിൽ നിന്ന് മാറ്റിയില്ലേ ചെറുപ്പക്കാരാ? നിന്റെ കുടുംബ ജീവിതത്തിൽ നിന്ന് മാറ്റിയില്ലേ ചെറുപ്പക്കാരാ? നിന്റെ സാമൂഹിക ജീവിതത്തിൽ നിന്ന്, നിന്റെ സൊസൈറ്റിയിൽ നിന്ന്, നിന്റെ സമാജത്തിൽ നിന്ന്, നിന്റെ വ്യക്തി ജീവിതത്തിന്റെ വിശുദ്ധികളിൽ നിന്ന്, എല്ലാ മേഖല
മേഖലകളിൽ നിന്നും അല്ലാഹനെ നീ മാറ്റി നിർത്തിയിട്ട് നീ ആരെയാണ് അവലംബിക്കുന്നത്? സാക്ഷാൽ പിശാചിനെയാ. അവൻ നിന്നെ കൊണ്ടുപോകുന്നത് എവിടേക്കെന്നറിയോ? അല്ലാഹുവിന്റെ കത്തിയാടുന്ന നരകത്തിലേക്കാ നിങ്ങളെ കൊണ്ടുപോവുക. അല്ലാഹു നമുക്കതിൽ നിന്നുള്ള കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഒന്നാമത്തെ നഷ്ടവാളിയാരാ? ശൈത്താന്റെ പിന്നാലെ പോകുന്നവർ. നമ്മൾ പറയും ഇല്ല, ആണയിട്ട് പറയും നമ്മൾ ശൈത്താന്റെ പിന്നാലെ പോകൂല, നമ്മൾ ശൈത്താന്റെ പിന്നാലെ പോകൂല. വിശുദ്ധ ഖുർആൻ അക്കമിട്ട് പറയും നിങ്ങൾ ശൈത്താന്റെ പിന്നിൽ സഞ്ചരിച്ചതിന്റെ ലക്ഷണങ്ങൾ, അടയാളങ്ങൾ. കോവിഡ് വന്നപ്പോ നമ്മൾ തുമ്മിയ പ്രശ്നം, മൂക്ക് പിടിഞ്ഞാൽ പ്രശ്നം, ഒന്ന് ചുമച്ചാൽ പ്രശ്നം, ഒന്ന് തൊണ്ട കാറിയാൽ പ്രശ്നം. ഇതൊക്കെ കോവിഡിന്റെ അടയാളമായി നമ്മൾ വിലയിരുത്തി ഇല്ലേ? അതൊക്കെ ആരുടെയൊക്കെയോ കണ്ടെത്തലുകൾ എന്ന് നമുക്ക് പറയാം. ഇതൊക്കെ മനുഷ്യനിർമ്മിതമായ കണ്ടെത്തലുകളും നിരീക്ഷണ ഗവേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയാം. പക്ഷേ അല്ലാഹ് പറയുന്നു നിങ്ങൾ പിശാചിന്റെ പിന്നാലെ പോകുന്നതിന് ചില ലക്ഷണങ്ങളുണ്ട്. ഈ ലക്ഷണങ്ങൾ ഉണ്ടോന്ന് നോക്ക്. എങ്കിലും തീർച്ച നമ്മൾ ജീവിതത്തിൽ അല്ലാഹനെ മാറ്റി നിർത്തി. അല്ലാതെ നമ്മൾ ആരും പറയണ്ട. ഞാൻ പറയുന്നില്ല, സ്ഥലം പറയുന്നില്ല, ലൈവ് ഉള്ളത് കൊണ്ട് സ്ഥലം പറയാൻ പാടില്ല. ഞാൻ ഇന്നലെ പ്രസംഗിച്ച സ്ഥലം, ആ പ്രസംഗിച്ച സ്ഥലത്ത് ഞാൻ ഇറങ്ങി ചെന്ന് പരിപാടിക്ക് വേണ്ടി കയറുമ്പോ എന്നോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ പ്രസംഗിക്കണം, എന്തായാലും നിങ്ങൾ പ്രസംഗിക്കുമല്ലോ, അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമായി നിങ്ങൾ പറയണം. ഞാൻ എന്താണ്? കള്ളുകുടിയാണെങ്കിൽ വയ്യ, പറയാൻ പറ്റുന്നില്ല. കാരണം സംഘാടകരിൽ 80% കള്ളുകുടിയന്മാരാണ്. പിന്നെ വ്യഭിചാരം, അത് പറയേണ്ട കാര്യമില്ലല്ലോ, നാടനീളം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ ഉള്ളത് എന്താണ്? പലിശ. അത് പറയണ്ട. അത് പലിശ പണം കൊണ്ട് തന്നെയാണ് പല ഇമാമിയങ്ങളും ഇന്ന് ഭക്ഷണം കഴിക്കുന്നത്. അല്ലാന്ന് ആരും പറയണ്ട. കാരണം വീടുകളിൽ നിന്ന് ചെലവ് വരുമെങ്കിൽ അതിൽ പലിശക്കാരന്റെ ആഹാരം ഉണ്ടായിരിക്കും, അതിൽ ഒരു സംശയവും വേണ്ട. പിന്നെ ഏത് തിന്മയെ പറ്റിയാണ്? ലഹരിയെ പറ്റിയോ? 9 വയസ്സും 10 വയസ്സുമുള്ള 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന, +1നും +2നും പഠിക്കുന്ന, ഹിജാബ് ധരിച്ച് മഫ്ത ധരിച്ച പർദ്ദയിട്ട മുസ്ലിം പെൺകുട്ടികൾ പോലും ലഹരിയുടെ പിന്നാലെ പരക്കം പായുന്ന നാണം കെട്ട ഒരു നാട്ടില്, അല്ലെങ്കിൽ ഒരു പ്രദേശത്ത്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ എന്തിനി പറയാനാണ്? അതുകൊണ്ട് ഈമാൻ നഷ്ടപ്പെട്ടു പോകാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ആർക്കെങ്കിലും പറയുന്നവനും പറയിപ്പിച്ചവനും കേട്ടവനും ഒക്കെ രക്ഷപ്പെടുന്നെങ്കിൽ അത് മാത്രം മതി എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, അല്ലോ ഉസ്താദേ ഇത്രയും നാളും ഇല്ലാത്ത പുതിയൊരു സംഭവം തുടങ്ങിയിരിക്കുകയാണ്. എന്താന്ന് ചോദിച്ചവൻ പറഞ്ഞു, ജിംനേഷ്യത്തിൽ പെണ്ണുങ്ങൾ പോവാ. ഞാൻ പറഞ്ഞതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ ഒരു വികലമായ ചിന്തയൊന്നും എനിക്കില്ല. ഉസ്താദേ നിങ്ങളത് പറയാം, പക്ഷേ ആണുങ്ങളും പെണ്ണുങ്ങളും മിക്സ്ഡ് ആയ ഒരു സ്ഥലത്താണ് ജിംനേഷ്യത്തിൽ പോകുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ കിഴങ്ങന്മാര് വരുന്ന എന്തിനാണെന്നറിയോ? മസിൽ ഉരുട്ടി കയറ്റാൻ വേണ്ടിയിട്ടല്ല. പെണ്ണ് ജിംനേഷ്യത്തിൽ സാധനം എടുക്കുമ്പോൾ ത്രസിപ്പിക്കുന്ന അവയവങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറയുന്നതിന് അതിന്റെ രീതിയിൽ നിങ്ങൾ എടുക്കണം, അതേ രീതിയിൽ നിങ്ങൾ എടുക്കണം. ഈ കൊല്ലം എന്തായാലും പൊരുത്തപ്പെട്ടോളി, വരുന്ന കൊല്ലം വിളിക്കാതിരുന്നാൽ മതി. പക്ഷെ ഒരു കാര്യം അടിവരെ ഇട്ടുകൊണ്ട് ചിന്തിക്കേണ്ട ഒരു കാലമാണ്. ഈ പെണ്ണിനെ വിടുന്ന വാപ്പ, അല്ലെങ്കിൽ ആ പെണ്ണിനെ വിടുന്ന ഭർത്താവ്, അല്ലെങ്കിൽ ആ പെണ്ണിനെ ജിംനേഷ്യത്തിലേക്ക് വിടുന്ന, നാണം കെട്ടുപോകുന്ന ഈ കാലഘട്ടത്തിന്റെ വലിയ നവോത്ഥാന നായകന്മാരെന്ന് അവകാശപ്പെടുന്ന യുവാക്കൾ എന്താ ചിന്തിക്കാത്തത്? ഡ്രൈവിങ്ങിന് വിടുകയാണ് ആണുങ്ങളോടൊപ്പം. അവൻ ഗിയർ മാറ്റി എപ്പോഴും ഗിയർ മാറ്റുന്ന ജോലിയേ ഉള്ളവന്. കാരണം അവളെ കയ്യിൽ പിടിക്കാല്ല ഫ്രീ ആയിട്ട്. ഇതൊക്കെ മാറണം പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ മാറിയേ പറ്റൂ. ഉൾക്കൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളാം. വ്യക്തമായി എത്തിച്ചു കൊടുക്കുന്ന ഡ്യൂട്ടി മാത്രമേ പ്രവാചകന്മാർക്കും അവരുടെ അനന്തരാവകാശികളായ പണ്ഡിതന്മാർക്കുമുള്ളൂ. അത് ഉൾക്കൊള്ളാം, ഉൾക്കൊള്ളാതിരിക്കാം, അംഗീകരിക്കാം, തിരസ്കരിക്കാം. ജീവിതത്തിൽ വേണമെങ്കിൽ അതിനെ സ്വീകരിക്കാം, അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയാം. അതൊക്കെ കേൾവിക്കാരുടെയും അനുവാചകരുടെയും സ്വാതന്ത്ര്യമാണ്. അതിൽ കൈകടത്താൻ ഒരിക്കലും ഇസ്ലാം തന്നെ അനുവദിക്കുന്നില്ല. ആ കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ജിംനേഷ്യത്തിൽ പെണ്ണുങ്ങൾ പോവാ, ആണും പെണ്ണും കൂടെ ഒരുമിച്ച് അവിടെ നിന്നിട്ട് ജിംനേഷ്യത്തിൽ പോയിട്ട് ഇങ്ങനെ ശരീരം ശരിയാക്കാൻ വേണ്ടി പോവാൻ. ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ പോകുന്നവരുണ്ടെങ്കിൽ നിർത്തിക്കോളി. അതുപോലെ ഡ്രൈവിംഗ് സ്കൂളിൽ നിങ്ങളുടെ ഭർത്താവിനോട് പഠിപ്പിച്ചു, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലത്ത് പോയി
ആണുങ്ങൾ മാത്രമുള്ള അല്ലെങ്കിൽ ഒരു സംഘമുള്ള അങ്ങനെയാണോ? എത്രയോ സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കുമ്പോ അതുവഴി പിന്നെ ലൈസൻസ് എടുത്ത് അതുവഴി അങ്ങ് പോവാൻ തിരിച്ചു വരുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്കല്ലേ ഉള്ളത്? പിശാചിന്റെ പാത പിൻപറ്റിക്കൊണ്ട് പടച്ചവനെ മാറ്റി നിർത്തിയിട്ട് ജീവിതത്തിൽ എന്നാണോ ശൈത്താനെ നമ്മൾ സംരക്ഷകനാക്കിയത്, ആ നാള് മുതൽ തുടങ്ങി നമ്മുടെ അപജയം, ആ നാള് മുതൽ തുടങ്ങി നമ്മുടെ പരാജയം. അല്ലാഹു പറയുന്നു, അതാണ് ഏറ്റവും വലിയ സ്പഷ്ടമായ നഷ്ടവാളികളിൽ ഒന്നാമനെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. നമ്മൾ അറിയാതെ ഇതൊക്കെ ചെയ്തു പോകുന്ന വഴികൾ ഏതെന്നറിയോ? അതും ഖുർആൻ തന്നെ പറയാണ്. സൂറത്ത് നൂർ, വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിൽ അല്ലാഹു പറയുന്നു, ശൈത്താൻ നമ്മുടെ വലിയായ, നമ്മൾ പറയുമല്ലോ ശൈത്താൻ നമ്മുടെ വലിയൊന്നുമല്ല. വലിയെന്ന് പറഞ്ഞാൽ മറ്റേ ഈ ഔലിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട വലിയാണെന്ന് കരുതരുത്. വലി പല സൈസ് ഉണ്ടല്ലോ. രാത്രി കിടക്കുമ്പോൾ കൂർക്കം വലിയുണ്ട്, പിന്നെ കുറെ കെട്ടിച്ചമക്കപ്പെട്ട വലിയ ഔലിയാക്കളുണ്ട്, യഥാർത്ഥ അള്ളാഹുവിന്റെ ഔലിയാക്കളുണ്ട്. അങ്ങനെ വലിയ പല സൈസാണ്. പക്ഷെ ഈ വലി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും വലിയ സംരക്ഷകരായി കാണുന്ന ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുമ്പോ അവളുടെ വലിയെന്ന് പറഞ്ഞ അവളുടെ സംരക്ഷകനാണ്. ആ വലിയ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ശൈത്താനായാൽ നിന്റെ ജീവിതം നഷ്ടമാണ് പൊന്നുമോനെ, വ്യക്തമായ നഷ്ടമാ. എന്നിട്ട് അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്, ആ ശൈത്താന്റെ പാത പിന്തുടർന്നു പോകുമ്പോൾ നീ അറിയാതെ ചെയ്തു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. ഓ വിശ്വാസികളെ, ഇത് ഈമാനുള്ള ോട് മാത്രമുള്ള കൽപ്പനയാ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടുമുള്ള കൽപ്പനയല്ല. 89 സ്ഥലങ്ങളിലാണ് ഖുർആൻ മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. 20 സ്ഥലങ്ങളിലാണ് അല്ലാഹു മനുഷ്യരെ എന്ന് വിളിച്ച് സംസാരിച്ചത്. ഇത് മുഴുവനും അല്ലാഹു വിളിക്കുന്ന മുഅ്മിനീങ്ങളോടാ. ഓ സത്യവിശ്വാസികളെ, ലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, ശൈത്താന്റെ കാലടി നിങ്ങൾ പിന്തുടരരുതേ. വമൻ യത്തബിഉ ഖുതുവാതി ശൈത്താൻ, ആര് ശൈത്താന്റെ പാത പിന്തുടരുന്നുണ്ടോ, ഫയന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ, അവനോട് ശൈത്താൻ നിന്ദ്യമായ നീചമായ നികൃഷ്ടമായ മ്ലേച്ഛമായ ഏറ്റവും ദുർഗന്ധം വമിക്കുന്ന പ്രവർത്തനങ്ങളാണ് കൽപ്പിക്കുന്നത്. അവനോട് ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട്, അവനോട് കോപത്തിന്റെയും ദേഷ്യത്തിന്റെയും വൈമനസ്യത്തിന്റെയും വൈഷമ്യത്തിന്റെയും വൈക്ലഭ്യത്തിന്റെയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലാഹു വെറുത്തിട്ടുള്ള, റസൂല് വെറുത്തിട്ടുള്ള, പൊതുജനം വെറുക്കുന്ന നാട്ടിലെ തിന്മകളായ തിന്മകൾ മുഴുവനും അവനോട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് ശൈത്താന്റെ പാത പിന്തുടർന്നാലുള്ള അടയാളമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. നമസ്കാരം കഴിഞ്ഞിട്ട് പരദൂഷണം പറയാ തോന്നുന്നത് എന്തുകൊണ്ടാണ്? നീ അല്ലാഹുവിനെ പിൻപറ്റുന്നില്ല, പകരം ശൈത്താനെ പിൻപറ്റുകയാ. തല തുറന്നിട്ടുകൊണ്ട് റോട്ടിലൂടെ നടന്നു പോകാ പെണ്ണേ, നിനക്കെങ്ങനെയാ മനസ്സ് വരുന്നത്? നിന്റെ തലമുടി ഔറത്താണ് മോളെ, നിന്റെ ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങളും ഔറത്താ. ആ രോമങ്ങൾ തുറന്നിട്ടുകൊണ്ട് തലമറയ്ക്കാതെ നടക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? നീ ശൈത്താന്റെ പാത പിന്തുടരുന്നതിന്റെ പേരിലാ. പ്രിയപ്പെട്ടവരെ, ലഹരി എന്താ ഉപയോഗിക്കാൻ തോന്നുക? എന്തുകൊണ്ടാണ് പലിശ വാങ്ങാൻ തോന്നുക? എന്തുകൊണ്ടാണ് ജനങ്ങളുടെ സമ്പത്ത് പിടിച്ചു പറ്റിയിട്ട് പറ്റിച്ചു നടക്കാൻ നിനക്ക് കഴിയുക? ഇതെല്ലാം ശൈത്താന്റെ പിന്നാലെ നീ നടന്നു പോയതിന്റെ ലക്ഷണമാണ് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ശൈത്താന്റെ പാത പിന്തുടർന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വിഷയം മനസ്സിലാവുന്നുണ്ടോ? അൽഹംദുലില്ലാഹ്. ശൈത്താന്റെ പാത പിന്തുടർന്നാൽ അടയാളം എന്താ? അവൻ ചെയ്യുന്നത് മൊത്തം ഫഹ്ശാഉം മുൻകറുമായിരിക്കും. എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ടതും മ്ലേച്ഛമായതും അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും. എന്റെ പ്രിയപ്പെട്ടവരെ, ശൈത്താൻ നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. ആ ശൈത്താനോട് പോരടിച്ചിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഈ കള്ളു കുടിക്കുന്നവനോട് പറഞ്ഞു നോക്കണം, മദ്യപിക്കുന്നവനോട് പറഞ്ഞു നോക്കണം, നീ അത് മദ്യപിക്കരുത്. അവൻ പറയും ഇത് വലിയൊരു തെറ്റല്ല, അവനത് തോന്നില്ല. പലിശ വാങ്ങുന്നവനോട് ഇത് പറയുമ്പോൾ അവൻ അതിന് മനോഹരമായ ഒരു പേര് കൊടുക്കും, ഹദിയ.
പലിശ, ഞാൻ നിനക്ക് കുറച്ച് പൈസ തന്നു, അതിന് പലിശയല്ല, അതിന് അറബി പേരിടും ഹദിയ. ഒരു ചെറിയ ഹദിയാണ് അവൻ തന്നത്. ഇത് അവനെ അഴകായി തോന്നും. എന്തുകൊണ്ടാണ്? വിശുദ്ധ ഖുർആൻ പറയുന്നു, വസയ്യന ലഹുമുശ് ശൈത്താനു മാ കാനൂ യഅമലൂൻ. ശൈത്താൻ ഏതൊരു കാര്യം നമ്മോട് ചെയ്യാൻ പറഞ്ഞാലും അത് നമ്മൾ ചെയ്താൽ അലങ്കാരമാക്കി കാണിച്ചു തരും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ശൈത്താൻ അവന്റെ പാത പിൻപറ്റി ജീവിക്കാൻ നമ്മളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ, നമ്മൾ അവനെ സംരക്ഷകനാക്കി മാറ്റിക്കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നേരെ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വളരെ ഗുരുതരമായ ഏറ്റവും മോശമായി നമ്മൾ കാണുന്ന ശിർക്ക് പോലുള്ള, കുഫർ പോലുള്ള മഹാപാതകത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വേണ്ടി, നമ്മൾ അറിയാതെ അവസാനം ശൈത്താൻ എന്താ ചെയ്യുന്നതെന്നറിയോ? ഞാനൊരു ചെറിയ ചരിത്രം നിങ്ങളോട് പറയാം. ചരിത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഉള്ള സമയം കളയാനില്ല. അതുകൊണ്ട് പക്ഷെ ജീവിതത്തിൽ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമല്ലോ. അതുകൊണ്ടൊരു ചെറിയ ചരിത്രം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുമ്പിൽ ഒന്ന് ഉണർത്തുകയാണ്. ഏറ്റവും ഒടുവിൽ നമ്മളെ ഇപ്പൊ ഇഷ്ടമുള്ളത്, ശൈത്താൻ ഇഷ്ടമായതൊക്കെ നമ്മളെ കൊണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെയും ശൈത്താൻ ഇങ്ങനെ കാണിച്ചു തരും. നമ്മളതൊക്കെ ചെയ്യും. പക്ഷേ അവസാനം എന്താ സംഭവിക്കാൻ പോകുന്നതെന്നറിയോ? വളരെ വ്യക്തമായി നിങ്ങൾ കേട്ടോ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സഹോദരങ്ങള്, സഹോദരിമാര് വളരെ വ്യക്തമായി കേൾക്കുക. ബനൂ ഇസ്രായേലിൽ ഒരു പ്രിയപ്പെട്ട സഹോദരിക്ക് 4 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. ആ സഹോദരി ആട്ടിൻപറ്റങ്ങളെ മേച്ച് നടക്കുന്ന, ആടുകൾക്ക് വെള്ളം കൊടുക്കുന്ന ജോലിയുള്ള പാവപ്പെട്ട കുടുംബത്തിലെ ഒരു സഹോദരിയാണ്. ആ സഹോദരിക്ക് 4 സഹോദരങ്ങളാണ്. ആ സഹോദരി വൈകുന്നേരം ആട്ടിൻപറ്റങ്ങളെ മേച്ചിട്ട് ക്ഷീണിതയാകുമ്പോൾ വൈകുന്നേരം അവള് കിടക്കുന്നത് എവിടെയെന്നറിയോ? ഒരു സൂഫിയായ മനുഷ്യന് താമസിക്കുന്ന ഒരു ചെറിയ ഒരു ടെന്റിലാണ്. ഒരു സൂഫിയായ മനുഷ്യന് ഭൗതികമായ യാതൊന്നും ആഗ്രഹിക്കാത്ത, ഈ ലോകത്തിന്റെ എല്ലാ ചിന്തകളോടും വിരക്തി പ്രകടിപ്പിച്ച ഒരു സാലിഹായ, ഒരു സൂഫിയായ മനുഷ്യന്റെ ഒരു ഖാൻഗാഹില്, ഒരു ടെന്റിനകത്താണ് ആ സഹോദരി വന്ന് കിടക്കുക. ആർക്കും സംശയമില്ല, ആർക്കും വിഷമമില്ല, ആർക്കും ആശങ്കയില്ല. കാരണം എന്തെന്നറിയോ? ഈ ഭൗതികമായ ലോകങ്ങളോട് മുഴുവൻ വിട പറഞ്ഞുകൊണ്ട് ഏകനായ അല്ലാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സൂഫിയായ മനുഷ്യനാണ്. ഇത് പറയുന്നതാരാണ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമയാ. പ്രിയപ്പെട്ടവരെ, ആലോചിച്ചു നോക്കുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ദിവസം ആ പെൺകുട്ടി, ആ സഹോദരി ആട്ടിൻപറ്റങ്ങളെ മേച്ചിട്ട് വൈകുന്നേരം സൂഫിയുടെ റൂമിലേക്ക് കടന്നു വരുമ്പോ, ആ ടെന്റിലേക്ക് കടന്നു വരുമ്പോൾ, ആ സൂഫിയുടെ മുന്നിലേക്ക് പിശാച് കടന്നു വരികയാ. ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ആ ദുർമന്ത്രമോദി കൊടുത്തുകൊണ്ട് ആ പ്രിയപ്പെട്ട സൂഫിയായ മനുഷ്യനാ പെങ്ങളെ, ആ പ്രിയപ്പെട്ട സഹോദരിയെ ശാരീരികമായി ഉപയോഗിക്കുകയാ. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണേ. ഒരു നിമിഷം ആ തെറ്റങ്ങ് ജീവിതത്തിൽ വന്നുപോയി വല്ലാത്ത ആശങ്കയായി, വല്ലാത്ത മാനസിക ദുഃഖമായി, വല്ലാത്ത മാനസിക വിഷമമായി ആ സഹോദരൻ ഇങ്ങനെ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുമ്പോ അതാ ഒരു വാർത്ത കേൾക്കുകയാണ്. ആ പെൺകുട്ടി ഗർഭിണിയായത്രേ. ആ പെൺകുട്ടി ഗർഭിണിയായി. ഈ വാർത്ത എറിഞ്ഞ പോലെ എന്താ ചെയ്യുക? ഈ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം ആരാണ് ഏറ്റെടുക്കുക? ഇതാകെ പ്രശ്നമാകുമല്ലോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഇതാ പിശാച് കടന്നു വരികയാ. സൂഫിയായ മനുഷ്യനോട് പറയുകയാണ്, ഒരൊറ്റ വഴിയെ ഞാൻ ഇതിൽ കാണുന്നുള്ളൂ. അതെന്ത് വഴിയാണ്? എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം, ഇതിൽ നിന്നൊന്ന് ഊരിപ്പോകണമില്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കും, നാണക്കേടാണ്, ആളുകൾ ഉപദ്രവിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോ സൂഫിയായ മനുഷ്യനോട് പിശാച് തോന്നിപ്പിച്ചു കൊടുത്ത എന്തെന്നറിയോ? ആ പെങ്ങളെ കൊന്നുകളയലാണ്, വേറെ വഴിയില്ല. ആ പെണ്ണിനെ കൊന്നുകളയുക. ആര് കാണാത്ത മരുഭൂമിയിൽ, മരുപ്പച്ചകലയായ മരുഭൂമിയിൽ കൊണ്ടുവന്ന് കുഴിച്ചിടുക. ആ ഒരു തീരുമാനമനുസരിച്ചുകൊണ്ട് അയാളെ കൊന്നിട്ട് ആ പെങ്ങളെ വന്ന് കുഴിച്ചിടുകയാ. ഇതാര് തോന്നിപ്പിച്ചു കൊടുത്തതാണ്? ശൈത്താന്റെ തോന്നൽ.
തോന്നല. ശൈത്താൻ ദുർമന്ത്രമോദി കൊടുത്തതാണ്. ശൈത്താന്റെ പാത പിന്തുടരുന്നു. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വരെ അല്ലാഹുവിനെ ആരാധിച്ചു കൊണ്ടിരുന്ന സൂഫിയായ മനുഷ്യന്റെ മുമ്പിൽ ഇതാ ശൈത്താൻ കടന്നു വന്നപ്പോ ആ ശൈത്താനെ ഒരു വേള പിന്തുടരാൻ തീരുമാനിച്ചപ്പോൾ ആ പെണ്ണിനെ കൊല്ലുക മാത്രമല്ല എന്നിട്ട് കൊണ്ടുവന്ന് കുഴിച്ചിടുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, പിശാചം രാത്രിയാകുമ്പോ 4 സഹോദരങ്ങളിലും ഉറക്കത്തിലേക്ക് കടന്നു ചെല്ലുകയാ. ആ 4 ആങ്ങളമാരുടെയും ഉറക്കത്തിൽ പോയി എന്നിട്ട് അവരോട് ഓരോരുത്തരോടും പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ പെങ്ങള് ബലാത്സംഗത്തിനിരയായിരിക്കുകയാ, അവളെ ഗർഭിണിയാണ്. എന്നിട്ട് അവളെ ഇതാ കുഴിച്ചിട്ടിരിക്കുകയാണ്. കുഴിച്ചിട്ട സ്ഥലം പോലും പരിചയപ്പെടുത്തി കൊടുത്തു. സുബ്ഹാനല്ലാഹ്. നേരം വെളുത്തപ്പോൾ ഒരു സഹോദരൻ 3 പേരോട് പറയുകയാണ്, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. ഞങ്ങളുടെ പെങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട പെങ്ങൾ ക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കപ്പെട്ട് അവളെ കൊന്നുകളഞ്ഞു കുഴിച്ചിട്ട സ്ഥലം പോലും ഞാൻ കിനാവ് കണ്ടു. രണ്ടാമൻ പറഞ്ഞു, ഞാനും അത് തന്നെ കണ്ടു. മൂന്നാമനും നാലാമനും അത് തന്നെ കണ്ട വിവരം പറഞ്ഞു. ഓടിച്ചെന്ന ആ ഭാഗം കുഴിച്ചു നോക്കുമ്പോ അതാ തങ്ങളുടെ ഏക പെങ്ങളെ കുഴിച്ചിട്ടിരിക്കുകയാ. ഉറപ്പാണിത് ഹാങ്കാഗിനകത്ത് സൂഫി എന്ന് പറയുന്ന കള്ള സൂഫി അല്ലാതെ ചെയ്യില്ല. ആ കള്ള സൂഫി അല്ലാതെ ചെയ്യില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആബിദായ അല്ലാഹുവിനെ ആരാധിച്ചു കൊണ്ടിരുന്ന മനുഷ്യന്റെ മുമ്പിലേക്ക് ചെന്ന് ചോദിക്കുകയാ. 4 ആങ്ങളമാരും വന്ന് മാറി മാറി ചോദ്യം ചെയ്തപ്പോൾ പ്രിയപ്പെട്ടവരെ തെറ്റ് സമ്മതിക്കേണ്ടി വന്നു. നേരെ കൊണ്ടുവരികയാണ് രാജാവിന്റെ മുമ്പിൽ. ഇനി രാജാവ് തീരുമാനിക്കട്ടെ. നീതിപീഠത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. നീതിപീഠമാണ് ഇനി തീരുമാനിക്കേണ്ടത്. കൊണ്ടുവന്ന് ചോദിക്കുമ്പോൾ ചോദ്യത്തിന് ഉത്തരമായി കുറ്റമേറ്റെടുക്കുകയാ. അതേ ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയി. എന്താണ് ഇനി സംഭവിക്കുക? പ്രിയപ്പെട്ടവരെ, അവിടെ ശൈത്താൻ ഓടി വരികയാ. അവിടെ ശൈത്താൻ ഓടി വരികയാണ്. ആ കൊലയാളിയായ മനുഷ്യന്റെ വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ട് പിശാച് വരികയാ. എന്നിട്ട് പിശാച് പറഞ്ഞതെന്തെന്നറിയോ? ഇന്നി ഔഖഅതുക ഫീ ഹാദാ. സൂഫിയായ മനുഷ്യ, നിങ്ങൾ ഈ വിഷയത്തിൽ പെടുത്തിയത് ഞാനാ. ആ പെണ്ണിനെ വ്യഭിചരിക്കാനും മനസ്സിൽ മന്ത്രമോദിയത് ഞാനാ. എന്നിട്ട് ഗർഭിണിയായ പെണ്ണിനെ കുഴിച്ചിടാനും കൊല്ലാനും പ്രേരിപ്പിച്ചത് ഞാനാ. ഈ വിഷയത്തിൽ ഞാനാണ് നിങ്ങളെ ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ട് തന്നെ വലയും എനിക്കല്ലാതെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ലോകത്താർക്കും കഴിയൂല. എനിക്ക് മാത്രമേ നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. നിങ്ങളെ അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്താം. പക്ഷേ എനിക്ക് നിങ്ങൾ പകരം എന്താണ് തരുന്നത്? അയാൾ ചോദിച്ചു, എന്താ നിനക്ക് ഞാൻ തരേണ്ടത്? ഒരൊറ്റ കാര്യം എനിക്ക് തന്നാ മതി. അത് നിങ്ങൾക്ക് ഛേദമുള്ള കാര്യമല്ല, അത് നിങ്ങൾക്ക് ഭീകരമായ കാര്യമല്ല. ഒരു ചെറിയ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. അത് പണമല്ല, പദവിയല്ല. എനിക്ക് വേണ്ട ഒരു ചെറിയ കാര്യമാണ്. അത് നിങ്ങളൊന്ന് ചെയ്താൽ ഈ പീഡനത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്താം. ഈ കൊലപാതകത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്താം. അയാൾ ചോദിച്ചു, എന്താ ഞാൻ ചെയ്യേണ്ടത്? പിശാച് മറുപടി കൊടുക്കുന്നു, ഫസ്ജുദ് ലീ സജ്ദതൻ വാഹിദാ. ഒരു ചെറിയ സുജൂദ് എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യോ. ഒരൊറ്റ സുജൂദ് എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യോ. ഒരു സുജൂദിനപ്പുറത്ത് ഞാൻ ആവശ്യപ്പെടൂല. ഒരൊറ്റ സുജൂദ് നീ എനിക്ക് ചെയ്താൽ ഈ പ്രയാസത്തിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് പിശാച് അയാളോട് പറയുമ്പോ നിൽക്കക്കള്ളിയില്ലാതെ പീഡനങ്ങൾ ഇനി തുടരെ തുടരെ വരുമെന്ന ഭയത്തോടെ ആ സൂഫിയായ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ? അതുവരെ ആരുടെ മുന്നിലും അടിയറവ് പറയാത്ത തല, ആരുടെ മുന്നിലും കുനിക്കാത്ത തല, ഇന്നലെ വരെ പടച്ചവനെ അവലിയാക്കിയിട്ട് സംരക്ഷകനായി ജീവിച്ചപ്പോ യാതൊരുത്തന്റെ മുമ്പിലും കുനിക്കാത്ത അന്തസ്സിന്റെ ആഭിജാത്യത്തിന്റെ യശസ്സിന്റെ തലയുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ആ തല കൊണ്ടുവന്ന് പിശാചിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുകയാ. ആ സമയത്ത് എന്താ പിശാച് പറഞ്ഞതെന്നറിയോ? ആ പിശാച് പറയുന്നു, നീ സുജൂദ് ചെയ്തല്ലോ, എനിക്കിനി ഒന്നും ചെയ്യാനില്ല.
എനിക്കിനി ഒന്നും ചെയ്യാനില്ല, ഞാനിതാ പോവുകയാണ്, എനിക്ക് റബ്ബിനെ പേടിയാണെന്ന് പറഞ്ഞിട്ട് ശൈത്താൻ അവിടെ നിന്ന് മാഞ്ഞു പോയത്രേ. ഇതേതെങ്കിലും സിനിമയിലെ തിരക്കഥയല്ല, ഇതേതെങ്കിലും നാടകത്തിന്റെ ഇതിവൃത്തമല്ല, ഇതേതെങ്കിലും സീരിയലിന്റെ ക്ലൈമാക്സുമല്ല. ഇത് മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രഭാഷണത്തിൽ നിന്നുള്ള ശകലമാ. അദ്ദേഹം ഇത് പറയുക മാത്രമല്ല, ഈ സംഭവം പറഞ്ഞിട്ട് തന്നെ മുന്നിലിരിക്കുന്നവരോട് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹശ്റിലെ ഒരു ആയത്ത് ഓതുകയാ. ഏതാണ് ആയത്തെന്നറിയോ? ആയത്ത് വളരെ വ്യക്തമായി എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ ഖുർആനിലെ സൂറത്തുൽ ഹശ്റിൽ അല്ലാഹ് പറയുകയാ, കമസലി ശൈത്താൻ ഇദ ഖാല ലിൽ ഇൻസാനി കുഫുർ ഫലമ്മാ كفر قال إني بريء منك إني أخاف الله رب العالمين. ഇത് തന്നെയാണ് പിശാചിന്റെ സ്വഭാവം, ഇത് തന്നെയാണ് ബദറിൽ നടന്നത്, ഇത് തന്നെയാണ് ബദറിൽ പ്രിയപ്പെട്ട സഹാബത്തിന്റെ മുമ്പിൽ എത്തപ്പെട്ട സത്യനിഷേധികൾ കുഫാറുകളോട് പിശാച് വന്നിട്ട് നിങ്ങൾ ധൈര്യമായി പോകൂ, 313 പട്ടിണി പേക്കോലങ്ങളെ തൂത്തെറിയൂ എന്ന് പറഞ്ഞിട്ട് ആ പിശാച് ശത്രുക്കളെ രണാങ്കണത്തിൽ ഇറക്കിയിട്ട് ഓടുമ്പോൾ പറഞ്ഞതും ഇത് തന്നെയാ. എന്താ ഇബ്നു മസ്ഊദ് തങ്ങൾ ഈ ചരിത്രം പറഞ്ഞിട്ടോ ഈ ആയത്തിന്റെ അർത്ഥം എന്നറിയോ? ഇതാണ് പെങ്ങളെ ഹൃദയത്തിൽ പ്രകമ്പനം കൊള്ളേണ്ടത്, ഇതാണ് തലമറയ്ക്കാതെ നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതാണ് പലിശ വാങ്ങിയിട്ട് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത് തന്നെയാണ് ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാഹ് പറയുകയാണ്, കമസലി ശൈത്താനി ശൈത്താനെ പോലെ. എന്താ ശൈത്താന്റെ സ്വഭാവം? ഇത് ഖാല ലിൽ ഇൻസാനി കുഫുർ, മനുഷ്യനോട് പറയും നീ നന്ദികേട് കാണിക്കണ. ആ സമയത്ത് ഫലമാ കഫറ, അവന് നന്ദികേട് കാണിക്കുമ്പോ, അവന് ഹറാമായ കാര്യങ്ങൾ ചെയ്യുമ്പോ, അവൻ നിഷിദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോ ശൈത്താൻ പറയുന്നു, ഖാല ഇന്നി ബരീഉം മിൻക, ഞാൻ നിന്നിൽ നിന്ന് ഒഴിവാണ്, ഞാനും നീയുമായിട്ടൊരു ബന്ധവുമില്ല. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഇതാ ഞാൻ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഓടുകയാണെന്ന് പറഞ്ഞ് ശൈത്താൻ മാറിപ്പോകുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു എന്താണോ കൽപ്പിച്ചത് അതല്ലാതെ ജീവിതത്തിൽ നമുക്ക് വേണ്ട എന്ത് തിന്നണം എന്റെ റബ്ബ് പറഞ്ഞിട്ടുണ്ട്. അത് ആരിനി അല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തിന്നൂല, അതൊക്കെ പിശാചിന്റെ ദുർബോധനങ്ങളാ. ആരെ സ്നേഹിക്കണമെന്ന് എന്നോട് എന്റെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ആരെ കെട്ടിപ്പിടിച്ച് ചുംബനങ്ങൾ കൊടുക്കണമെന്ന് എന്റെ ദീൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തിന് ഏറെ തമ്പുരാൻ പറഞ്ഞാലും എനിക്ക് കഴിയില്ല. കുഞ്ഞുമക്കളോട് സ്നേഹം കാണിക്കണം, ഇസ്ലാമിന്റെ നയമാണ്. കെട്ടിയ പെണ്ണിനോട് സ്നേഹം കാണിക്കണം, അത് ഇസ്ലാമിന്റെ നയമാണ്. അവളുടെ കയ്യിലൊന്ന് പിടിച്ചാൽ പാപം പൊറുക്കപ്പെടും. പ്രേമമായി പോണ ഒന്ന് നോക്കിയാൽ നിനക്ക് സദഖയുടെ കൂലിക്കപ്പുറത്ത് അല്ലാഹു അനുഗ്രഹത്തിന്റെ പേമാരി വർഷിപ്പിച്ചു തരും. നിനക്ക് വലിയ പ്രതിഫലമാണ് തരുന്നത് നിന്റെ ഭാര്യയോടുള്ള സ്നേഹം. ഇപ്പൊ വരുന്നുണ്ട് പ്രണയദിനം, വാലന്റൈൻസ് ഡേ, ഫെബ്രുവരി 14 തീയതി വാലന്റൈൻസ് ഡേ വരികയാണ്. കഴുകി നിർത്തിക്കോളെയും പശുവൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കാം. പുതിയ തീരുമാനം വരിക, 14 തീയതി ആകുമ്പോ സ്നേഹത്തിന്റെ പേരിൽ പശുവിന് ചുംബനം കൊടുക്കണമെന്ന്. ഒന്ന് ആലോചിച്ചെങ്കിൽ എന്തൊരു ലോകമാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഈ ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും ഈ ഒരു സാധനം ഇല്ലാത്ത ഉപ്പാപ്പന്മാര് രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാ. അവർക്ക് ഇതൊന്നും അറിയാൻ വേണ്ട, ലോകത്തെ പറ്റി ഒരു ചിന്തയില്ല അവർക്ക്. അൽഹംദുലില്ലാ, പള്ളി വീട് അൽഹംദുലില്ലാ, അത് അല്ലാഹു നിലനിർത്തി തരട്ടെ. പുതിയ ജനറേഷന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 14 തീയതി ഇപ്പൊ ഇറങ്ങും, 14 തീയതി ആകുമ്പോ എല്ലാവരും പശുവിനെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കണമെന്നാണ് പുതിയ തീരുമാനം, നിയമം വരുന്നത്. അതാണ് വാലന്റൈൻസ് ഡേ. അല്ലാഹു അക്ബർ. പടച്ചോ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.